വഴുതനങ്ങ, കൊച്ചുള്ളി, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ശേഷം പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചിരികിയ തേങ്ങയും കൂടി ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. ഈ രീതിയിലാകുമ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. എണ്ണ, കൊച്ചുള്ളി, വെളുത്തുള്ളി, പച്ചമുളകും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം വഴുതനങ്ങയും ഇഞ്ചിയും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. തക്കാളിയും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ശേഷം നേരത്തെ വറുത്ത് മാറ്റിവെച്ച മസാല മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഈ രീതിയിലാകുമ്പോൾ മഞ്ഞൾപ്പൊടിയും വറുത്ത മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. കാശ്മീരി മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. നേരത്തെ അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളവും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. നാലഞ്ച് മിനിറ്റ് അടച്ച് വയ്ക്കുക. എണ്ണ, കടുക്, കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഴയകാല വഴുതനങ്ങ തീയൽ റെഡി.